അച്ഛൻ ഇപ്പൊ വരും. ഓഫീസിൽ ആരോട് സംസാരിച്ചോണ്ടിരിക്കുക. സുമതി ഇപ്പോ കമ്പനി പോവാറില്ല അല്ലേ? ഇല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാജുവാൻ നോക്കുന്നെന്ന് കേട്ടു. രാജു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. രാജുവിനെ കുറിച്ച് ഇവിടുത്തെ വക്കീലിന് വലിയ മതിപ്പാ. അവന്റെ മിടുക്കും കാര്യപ്രാപ്തിയും സ്വഭാവ ഗുണവും എപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ മോൻ വല്ലാതെ കുടിക്കല്ലേ. ഓരോരുത്തരും പറഞ്ഞു കേൾക്കുമ്പോ അമ്മയുടെ ആരാ ഇതൊക്കെ പറയുന്നത്? അല്ല, കുടിക്കുന്നത് അത്ര വലിയ മോശമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇവിടുത്തെ വക്കീല് കുടിക്കുന്നതാ എനിക്കിഷ്ടം. ആ സമയത്ത് പുള്ളിക്കാരന്റെ ഒരു സ്നേഹവും കളിതമാശയും ഉശരും അതൊന്നും വേറെ തന്നെ കേട്ടോ. ആന്റിക്ക് കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. സുമതി ഫോൺ ചെയ്തപ്പോൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ വിശേഷിച്ച്? ഞാൻ ബാബുവിന്റെ കാര്യം പറയാനായിരുന്നു. ആ കുട്ടിയുടെ കുസൃതികളെ പറ്റി കുറച്ചൊക്കെ ഞാനും കേട്ടു. അതല്ല, അവന് നമ്മുടെ കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുക്കണം. ബാബു ഇപ്പൊ തന്നെ കമ്പനി ഡയറക്ടർ ആണല്ലോ. ഒരു ഡയറക്ടർ ചുമ്മാ ബോർഡ് മീറ്റിംഗ് ഇരിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? രാജുവിനെ പോലെ ബാബുവിനും അവിടെ വല്ല അധികാരം കൊടുക്കാനൊക്കെ നോക്കണം അല്ലേ സുമതി? അമ്മ ഇടക്കാർ പറയണ്ട, അവർ സംസാരിക്കട്ടെ. ബാബുവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചാൽ അവന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സുമതി വിശ്വനാഥനോട് ആലോചിച്ചില്ലേ? ഇല്ല. കണ്ടറിഞ്ഞ് ചെയ്യാത്തവരോട് ആലോചിച്ചിട്ട് എന്താ കാര്യം? ബാബുവിനെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ആക്കണം. അയ്യോ, അതോടൊപ്പമല്ല. ഇക്കാര്യത്തിൽ ഭാസ്കരൻ ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പനിയുടെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. സുമതിയുടെ വരവ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇടയ്ക്ക് കയറി നീ പറഞ്ഞ ചില കാര്യങ്ങൾ. ഞാൻ എന്ത് പറഞ്ഞു? രാജുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ അമ്മ സംസാരിച്ചത്? അച്ഛനും മോനും കൂടെ എന്നെ ക്രോസ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മോനും പറഞ്ഞേക്കാം. ഇല്ല, മരണം വരെ നിന്റെ ഈ സ്വഭാവം മാറിയില്ല. അന്യയുടെ തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനുള്ള നിന്റെ വാസന ഒന്നും പറയുന്നില്ല. നീ ഏതാ പിന്നെ? ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാ. കൊള്ളാം. ഇവിടെ വേറെ ഒരുത്തിയുണ്ടല്ലോ, ശാരദ. നീ അവളെ ഒന്ന് വിളിക്കാം. അവള് വീട്ടിൽ പോയി. എപ്പോ? ഒത്തിരി ദിവസമായി. എന്താ? പിന്നെ എന്റെ സമ്മതം കൂടാതെ ശാരദ നിങ്ങൾ ഏത് വീട്ടിലേക്ക് അയച്ചത്? അവളുടെ വീട്ടിലേക്ക്. അതിന് തന്റെ സമ്മതം എന്തിന്? പിന്നെ എന്നെ നിങ്ങൾ ഒരു മണ്ടനാക്കരുത്. ഞാൻ ശാരദയുടെ വീട്ടിൽ നിന്ന് വരുന്നത്. അവളവിടെ ഇല്ല. എനിക്ക് അവളെ കാണണം. എടോ, താൻ ഇവിടെ ഒച്ച വെക്കണ്ട. ശാരദയുടെ അമ്മ പറഞ്ഞു വിട്ട ആളിന്റെ കൂടെ അവളെ അയച്ചത്. അപ്പൊ എന്റെ വീട്ടുകാര് തന്നെ എനിക്കിട്ട് വെച്ചെന്നു. ശരി, നോക്കാം. എക്സ്ക്യൂസ് മീ, സാറ് ഞങ്ങൾക്കറിയാം. കണ്ടവന്മാരെയൊക്കെ സൽക്കരിച്ച് ബില്ലിൽ ഒപ്പിട്ട് സാറ് ഇവിടെ നിന്ന് പോകും. ഞങ്ങൾക്ക് കാശ് വേണം. അല്ല, ബില്ല് കമ്പനിയിലേക്ക് അയച്ചോളാം ഞാൻ പറഞ്ഞിരുന്നല്ല. കമ്പനി 2 തവണ അവിടെ പോയി ആള് മടങ്ങി. അവര് തന്നില്ല. ഇനി കഴിക്കുന്നത് കയ്യിൽ കാശുണ്ടെങ്കിൽ മതി. ഹോട്ടലിൽ ഞാൻ ഒപ്പിട്ട ബില്ലിൽ ഇവിടെ വന്നോ? താൻ പണം കൊടുത്തില്ലേ? രാജു സാർ ഇന്നലെ ടൂറിലായതുകൊണ്ട് അതുകൊണ്ട് സാറിനോട് ചോദിക്കാതെ പണം കൊടുക്കേ. സാറാടാ ബാബു, അയാളെ വിട്ടേക്കൂ. നിന്റെ ഹോട്ടൽ ബില്ലുകൾ എന്നെ കാണിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. എന്തിന്? അത് നമുക്ക് ഇവിടെ വെച്ച് പറയണ്ട. എനിക്കറിയണം. ഞാൻ ഒപ്പിട്ട ബില്ലുകൾ പേ ചെയ്തെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? അധികാരമല്ല, നീ കുടിക്കുന്നത് തടയാൻ. മറ്റെന്ത് ആവശ്യങ്ങൾക്കും നിനക്ക് ഇവിടുന്ന് പണം വാങ്ങാം. ഞാൻ കുടിക്കും, കുടിപ്പിക്കും. അതെന്റെ ഇഷ്ടമാണ്. അതിനെനിക്ക് നിന്റെ സമ്മതം വേണ്ട. ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങാൻ ഇപ്പൊ എന്റെ സമ്മതം വേണം, അല്ലാതെ കിട്ടില്ല. എന്നാ കിട്ടുമോ ഞാനും നോക്കട്ടെ. നിന്നെ കസേലിരിച്ചിട്ടുണ്ടല്ലോ വീട്ടില്. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ചാ അതെന്നെ അവമാനിച്ചത്. എന്റെ ചെലവ് രാജു ആരാ? അവൻ ആരധികാരം കൊടുത്തു? കയ്യിൽ കാശ് കിട്ടിയാൽ നീ ചീത്തയാവുന്ന കരുതിയാവും രാജു അങ്ങനെ ചെയ്തത്. അപ്പൊ മമ്മി അവന്റെ ഭാഗത്താ. നിങ്ങക്ക് സ്വന്തം മാനക അവന് രാജു അല്ലേ, അല്ല അവന്റെ അച്ഛൻ. എടാ, ഒന്നും പതുക്കെ. നാട്ടുകാരെ കൊണ്ട് പറയിക്കാനാണോ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നാട്ടുകാർ പറയുന്നത് നിങ്ങളെ കുറിച്ചാ. ഭർത്താവ് മരിച്ചപ്പോ ശമ്പളക്കാരോട് ജീവിക്കുന്ന എന്റെ മമ്മിയെ പറ്റി. ബാബു, ഇത്ര കാലം അതിനായിട്ട് സഹിച്ചോണേ ഞാൻ. പിന്നെന്തിനാ നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്നത്? നിന്നെ ആരും ദ്രോഹിച്ചില്ലടാ. ലാളിച്ച് വളർത്തിയതിന്റെ ദോഷമാണ് നീ കാണിക്കുന്നത്. കുടിച്ച് ലെവലില്ലാതെ വീട്ടിൽ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? നിങ്ങൾക്കത് അറിയണോ? ബാബു, നീ ഇനി സംസാരിക്കരുത്. അല്ലെ അവൻ പറയട്ടെ. ഞാൻ പറയും. അന്ന് മായയുടെ അച്ഛൻ അവമാനിച്ചതിനെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാനല്ല, നന്ദിയില്ലാതെ നേരാണ് എന്റെ കാരണക്കാരൻ. ബാബു, നിങ്ങൾ എന്റെ മുന്നേ വെപ്പാറ്റിയായിട്ടാണ്.